എത്ര കഴിച്ചെന്ന് എനിക്കേ നിശ്ചയമില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബാക്കി ഉണ്ടായിരുന്ന ഇഡ്ഡലി മാവ് വെച്ച് അടിപൊളി ഒരു ഇഡ്ഡലി ബോണ്ട. അതിനായിട്ട് ഇഡ്ഡലി മാവിലോട്ട് 1 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു 3 വറ്റൽമുളക് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിലിലോട്ട് കടുക് പൊട്ടിക്കുക, ഉഴുന്ന്, ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളകും ഒരു സവാള കൊത്തിയരിഞ്ഞതും നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പണി. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക, അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക. ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ അപ്പുറത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരു 3 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നല്ല മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ മുരുമുരാന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഇഡ്ഡലി ബോണ്ട തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്, സൂപ്പറായി.